ഹായ്, ഇന്നെൻ്റെ വീട്ടിലെ ബെയറാപ്പിളിനെ പരിചയപ്പെട്ടാലോ? പലരുടെയും വീട്ടിൽ ഉണ്ടാവും ബെയറാപ്പിൾ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്നവരെല്ലാം ആദ്യമായി ചൂസ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ബെയറാപ്പിൾ. പക്ഷേ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്ന രീതി അനുസരിച്ചിട്ട് മീൻസ് ബഡ് നമ്മളെ മണ്ണിന് മേലേക്ക് വരുന്ന വിധം നട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റാണ് ഈ ബെയറാപ്പിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബഡ് മണ്ണിന് താഴെ വന്നാൽ ബഡിന് താഴെ നിന്ന് മുള വരികയും ആ മുള ശരിക്കും ഈ ബഡിന് മേളിലുള്ള ശരിക്കും ഉള്ള ബെയറാപ്പിളിനെ നശിപ്പിക്കുകയും ബഡിന് താഴെ നിന്ന് വരുന്ന റൂട്ട് സ്റ്റോക്കിൻ്റെ ആ പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. ആ റൂട്ട് സ്റ്റോക്കിൽ മുള്ളുകളുള്ള ഒരു പ്ലാന്റിലാണ് നമ്മുടെ ഈ ബെയറാപ്പിൾ ബഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ബെയറാപ്പിൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മണ്ണിനടിയിൽ ബഡ് പോകരുത്. ബഡ് എപ്പോഴും മണ്ണിന് മുകളിൽ തന്നെ വരുന്ന വിധം ബെയറാപ്പിൾ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ബെയറാപ്പിൾ മാത്രമല്ല, ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും ബഡ് ചെയ്ത ഏത് ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും നടുമ്പോൾ ബഡ് മണ്ണിന് മേളിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് എൻ്റെ വീട്ടിലെ ഒരു ഇനം ബെയറാപ്പിളാണ്. ഇത്രയും വലിപ്പം വയ്ക്കുന്നുണ്ട്. എൻ്റെ കയ്യുടെ ഏകദേശം ഇത്രയും കണ്ടോ, നല്ല വലിപ്പമുള്ളൊരു ഇനമാണ്. വീട്ടിൽ ഏകദേശം ഒരു 3-4 പ്ലാന്റോളം ബെയറാപ്പിളുണ്ട്. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ ഫ്രൂട്ട്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും ഫൈബറിൻ്റെയും ഒക്കെ ഒരു കലവറയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഇന്ത്യൻ ജുജൂബെ എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇതൊരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ്. എല്ലാ കാലാവസ്ഥയിലും നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ടാണ്. കണ്ടോ, ഇത്രയും വലിപ്പമുണ്ട്. ഇതാ ഇവിടെ നോക്കിയാൽ അറിയാം, ഒത്തിരി കായ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വിളവെടുപ്പാട്ടോ ഇന്നത്തെ വിശേഷം. ഒരു കൊലയിൽ തന്നെ 3-4 കായ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് എൻ്റെ ടെറസിൽ വെച്ചേക്കുന്ന ബെയറാപ്പിളാണ് കേട്ടോ. അത് നോക്കിയേ, ഇതിൻ്റെ ബ്രാഞ്ച് ഒടിയുന്ന വിധം കായ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഇനിയും നിർത്തിയിരുന്നാൽ ഇതിൻ്റെ ബ്രാഞ്ച് നശിച്ചു പോവും. അപ്പോൾ ഇതും ഞാനങ്ങിട്ട് വിളവെടുക്കുക കേട്ടോ. ഇത് ഒത്തിരി വലിപ്പം വെക്കുന്ന വെറൈറ്റി അല്ല കേട്ടോ. ഒത്തിരി കായ പിടിക്കുമ്പോൾ വലിപ്പം കുറയും. ഇത് പക്ഷേ വെറൈറ്റി അനുസരിച്ച് ഒത്തിരി വലിപ്പം വെക്കുന്ന വെറൈറ്റി അല്ല. കൊല്ല ഇത് അപ്പോൾ അതെ ഇത്രയും കിട്ടിയിട്ടോ. ഇത് 2 പ്ലാന്റിൽ നിന്ന് ഞാൻ പറിച്ചെടുത്തതാണ്. ഇനിയും 2 പ്ലാന്റ് നിൽപ്പുണ്ട്. അതിൽ പൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊരു ഓൾ സീസണൽ പ്ലാന്റ് ആട്ടോ. നമുക്കിതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇതൊരു സ്വീറ്റാണ് കേട്ടോ. അത്യാവശ്യം ഇത് പാകമായ ശേഷം മാത്രം പറിച്ചെടുക്കുക. കാരണം ഒരു പച്ചയിൽ നിന്നും ചെറിയൊരു ലൈറ്റ് ഷെയ്ഡിലേക്ക്, ഒരു യെല്ലോയിഷ് ഷെയ്ഡിലേക്ക് വരുമ്പോഴാണ് ഇത് പാകമാകുന്നത്. അപ്പോൾ പാകമായതിന് ശേഷം മാത്രം പറിച്ചെടുത്ത് ഇത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഒരു നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ചെറിയൊരു സ്വീറ്റും ഒക്കെ ആയിട്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഒത്തിരി ഷുഗർ കണ്ടൻറ്റൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബഡ് എപ്പോഴും മണ്ണിന് മേളിൽ വരുന്ന വിധം ബെയറാപ്പിൾ, പ്രത്യേകിച്ച് ബെയറാപ്പിൾ എപ്പോഴും ശ്രദ്ധിക്കുക. മണ്ണിന് താഴെ നിന്നും എപ്പോഴും അതിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുള വന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും വളരാനായിട്ട് അനുവദിക്കരുത്. റൂട്ട് സ്റ്റോക്കിൽ നിന്ന് വരുന്ന മുളയ്ക്ക് മുള്ളുകളോട് കൂടിയ മുളയായിരിക്കും. അപ്പോൾ അത് നമുക്ക് കണ്ടാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെപ്പോഴും നശിപ്പിച്ച് കളയുക. അല്ലാണ്ട് ബഡിന് മേളിലുള്ള മുള മാത്രം വളരാനായിട്ട് അനുവദിക്കണം കേട്ടോ. നല്ല ക്രഞ്ചിയാണ്. ചെറിയൊരു ലൈറ്റ് മധുരം, അല്പം പോലും പുളിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷം. അപ്പോൾ വീണ്ടും കാണാം. ബായ്.